ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാഅല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ടൈം മാനേജ് ചെയ്തിട്ട് എങ്ങനെയാണ് എൻ്റെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഒരു 5:30 എണീറ്റിട്ടുണ്ട്, പക്ഷേ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് 6 മണിക്കാണ് കേട്ടോ. അപ്പം ഞാൻ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ചായൻ്റെ വെള്ളം നല്ലപോലെ തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേഗം കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തലേന്നത്തെ മീൻകറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതുപോലെ ഉപ്പേരി ഉണ്ടായിരുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചൂടാക്കാനുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഗ്യാസ് മേൽ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ഈ ചൂടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കേടുകൂടാതെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വേഗം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ കഴിയേ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെന്താ പുട്ടും ദോശയും അങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് എന്താ പറയുക, പുട്ട് മതി എന്ന് പറഞ്ഞപ്പം മക്കൾക്ക് പുട്ടുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പുട്ടുപൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമ്മളെ പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുക. ഇന്ന് പിന്നെ പുട്ട് ചുട്ടെടുക്കുന്നത് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗ്യാസിൽ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് കാഞ്ഞപ്പോൾ ഒരു കുറ്റിപ്പുട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ആവി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ ഒരു കാലിച്ചായ കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ വേഗം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കാലിച്ചായ കുടിക്കുന്നുണ്ട്. അത് ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കുടിക്കാനും തന്നെ. അങ്ങനെ ഞാൻ ചൂടോട് കൂടിയിട്ട് അവിടെ പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആദ്യത്തെ നമ്മുടെ പുട്ടുകുറ്റിയിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതുപോലത്തെ കേസറോളിലേക്ക് ആക്കി കൊടുത്ത് അടുത്ത പുട്ടും കൂടി റെഡി ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മോനൊക്കെ എണീപ്പിച്ചു കേട്ടോ. മദ്രസയിൽ ഇന്ന് എക്സാമാണ്. അപ്പോൾ മോനെ എണീപ്പിച്ച് അവനെ പല്ല് തേക്കാനും കരയത്തിനൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കുറച്ച് നേരം കേട്ടോ, നമ്മൾ ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റൊന്നും എടുക്കൂല സത്യം പറഞ്ഞാൽ, കൊലായിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതും കട്ടൻ ചായയും ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ. അങ്ങനെ മക്കൾക്ക് മോനിക്ക് ഞാൻ പുട്ടൊക്കെ ഒന്ന് വാരി കൊടുത്തു കേട്ടോ. അങ്ങനെ അവനെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ കൊലായിൽ പോയിട്ട് ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ് കിട്ടിയാൽ ഞാൻ പോയിരിക്കും കേട്ടോ. കാരണം ആ കിളികളെ സൗണ്ടും അതേപോലെ ആ ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയുക ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. വെറുതെ ഇങ്ങനെ മഞ്ഞും കണ്ട് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ കിട്ടുന്ന ഗ്യാപ്പ് പോയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്നായിട്ടുണ്ട്. റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അരിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ചോറ് വെന്തപ്പം ഞാൻ ഊറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മൾ മുറ്റടിച്ചാരാണ് കേട്ടോ. മുറ്റത്ത് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കവറൊക്കെ നമ്മൾ ഹരിതകർമ്മസേന വരുമല്ലോ, അവരുടെ ഒരു സഞ്ചി ഉണ്ട് കേട്ടോ, അതിലിട്ട് വെക്കലാണ്. അപ്പോൾ മൊത്തം ഒന്ന് ചമ്മലൊക്കെ ഒന്ന് അടിച്ചു കൂട്ടുന്ന സമയത്ത് എല്ലാം കൂടി അടിച്ചു കൂട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പൊറുക്കിയിട്ടാണ് നമ്മൾ കവറൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അവർ വരുന്ന സമയത്ത് കൊടുക്കും. അങ്ങനെ മുറ്റൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പുട്ട് ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തുള്ള ക്ലീനിങ്ങും അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു വൃത്തിയിൽ കീപ്പ് ചെയ്ത് പോകട്ടോ. അങ്ങനെ മുറ്റത്ത് മൊത്തം ചമ്മലൊന്ന് അടിച്ചു കൂട്ടി വാരിയിട്ട് കണ്ടത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോഴേ എന്തായാലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോ ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് അറിയുന്നതിലും അതൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നറിയുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ മീൻ ഞാൻ രാവിലെ തന്നെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഐസ് പോയപ്പോൾ മുറ്റടിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം മീൻ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം മീനൊന്ന് പൊരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ കറി തലേന്നത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ചോറും മീൻ പൊരിച്ചതാണ്. അങ്ങനെ മീൻ വേഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി മീൻ ഒന്ന് മസാല കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ
ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ചെറിക്കുള്ളത് മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് പൊരിച്ച് കൊടുക്കുകയാണേ. അത് പൊരിച്ച് കഴിഞ്ഞ് ചെറിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ലഞ്ച് ബോക്സിലാക്കി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചെറി പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അധികം ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാനും നെയ്നും മാത്രമല്ല, അങ്ങനെ നമ്മൾ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. അകത്തെ മക്കൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ കടലാസും പേപ്പറും നമ്മുടെ പെൻസിലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ അടിച്ചാരുന്ന സമയത്ത് നല്ലപോലെ കച്ചറ ഉണ്ടാവേ. അങ്ങനെ മൊത്തം പേപ്പറുകളും എല്ലാം അടിച്ചുകൂട്ടി വാരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് ഒഴിവാക്കുകയാണേ. അങ്ങനെ നമ്മൾ അകം അടിച്ചാരലും മൊത്തം കഴിഞ്ഞ് ഇനി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ വന്നപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. രാവിലെ ഏതൊരു വീട്ടിലേക്ക് ചെന്നാലും അവരുടെ വീടിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ. കാരണം കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമല്ലോ. അങ്ങനെ എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. വലിയ ടൈൽസും വലിയ മാർബിളൊന്നും ഒട്ടിച്ച കൗണ്ടർ ടോപ്പ് അല്ലെങ്കിലും ഉള്ളത് എന്താണോ ഉള്ളത് അത് വെച്ചിങ്ങാണ്ട് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് തുടച്ച് നന്നാക്കി കുട്ടപ്പനാക്കി വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചോറും കറിയും ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റോപ്പ് പിന്നെ നമ്മൾ കറണ്ട് അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് പൊന്തിച്ച് തുടച്ച് അങ്ങനെ എന്താ പറയുക തട്ടിക്കുട്ടി അങ്ങനെയൊക്കെ അടിച്ചാരി എടുക്കുമല്ലോ. അങ്ങനെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. പറഞ്ഞു പോണ ഫ്ലോയിൽ എന്തൊക്കെയോ കണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല പോലെ തുണി വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കളയും അടിച്ചാരിയിട്ടിട്ട് നമ്മൾ വേഗം അലക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ മോന് മദ്രസയിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവന് രാവിലത്തെ ഫുഡൊക്കെ വന്നതിന് ശേഷമുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ഫുഡൊക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അവനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അലക്കി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം തുടക്കാൻ നിന്നു കേട്ടോ. പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ ഏകദേശം 10-10:30 ആവുന്നുള്ളൂ കേട്ടോ. അവന് പോകുന്നത് 10:30-ക്കാണേ. അപ്പോൾ ആ ടൈം കൊണ്ട് അത്രയും ടൈം കൊണ്ട് എൻ്റെ രാവിലത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിക്കും മക്കൾക്കൊക്കെ ഫുഡ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ എൻ്റെ പണികൾ ഞാൻ പെട്ടെന്ന് തീരുന്നത്. നമ്മളിപ്പം എല്ലാവരും ഉള്ള ഒരു വീട്ടിലാണെങ്കിലും ഇനിയിപ്പോൾ കുറച്ചുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള വീട്ടിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വിചാരിച്ചാൽ എന്തായാലും നമ്മളെ പണികൾ തീരും കേട്ടോ. അതിനിപ്പോൾ വേറൊരാൾ വന്നിട്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അല്ലെങ്കിൽ എടുക്കാൻ ആളുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പണികളൊക്കെ പക്ക ക്ലിയർ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീർത്തിട്ട് നമുക്കൊന്ന് ഫ്രീ ആവണം തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ പണികളൊക്കെ തീർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ കഴിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് വിശപ്പില്ല കേട്ടോ, അതുകൊണ്ടാണ് കഴിക്കാഞ്ഞത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ഫോർ വാച്ചിങ്.